നെക്സ്റ്റ് ടോപ്പിക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് കൺസ്ട്രെയിൻറ്റ് വേരിയബിൾസ്. നമ്മൾ സാധാരണ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണുമ്പോൾ സപ്പോസ് ഡബ്ല്യു ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് വൈ രണ്ട് വേരിയബിളുടെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഡബ്ല്യു എന്നുള്ളത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ മൂന്ന് വേരിയബിളുടെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ സപ്പോസ് ഡബ്ല്യു ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈ ഒരു ഫോമിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എക്സും വൈയും സെഡും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്ത് തരുന്നത്. എല്ലാ സിറ്റുവേഷൻസിലും നമുക്കിതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് അതിൻ്റെ വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫിസിക്സിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി യു എന്നുള്ളത് അതിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇതിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതായത് യു ഈക്വൽ ടു സം എഫ് ഓഫ് പി വി ടി ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ആ ഗ്യാസിൻ്റെ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ഇൻട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ പിയും വിയും ടിയും ഐഡിയൽ ഗ്യാസ് ലോ ഒബേ ചെയ്യും. അതായത് പി വി ഈക്വൽ ടു എൻ ആർ ടി വേർ എന്നും ആറും കോൺസ്റ്റൻസ്. ഈ ഒരു ഇക്വേഷൻ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഹോൾഡ് ചെയ്യും, അതായത് ഒബേ ചെയ്യും. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമുക്ക് പിയും വിയും ടിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നും ആറ് ഏതെങ്കിലും കോൺസ്റ്റൻസ്, നമുക്കതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ഫിസിക്സിലുള്ള ടേംസാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ്ലി പിയും വിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടി എന്നുള്ളത് നമുക്ക് എന്തായാലും പി വി ബൈ എൻ ആർ ഇത് തന്നെ ചൂസ് ചെയ്യണം. അതല്ലാതെ ടി എന്നുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് നമ്മൾ ഏതെങ്കിലും രണ്ടെണ്ണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ വേരിയബിൾ മറ്റേ രണ്ട് വേരിയബിൾസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ വിയും ടിയും ഇൻഡിപെൻഡൻ്റ്ലി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പി എന്നുള്ളത് എൻ ആർ ടി ബൈ വി ഇത് ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള പി മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ആ ഒരു കേസിൽ പി എന്നുള്ളത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. ആദ്യം പറഞ്ഞ കേസിൽ ടി എന്നുള്ളത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും മൂന്ന് വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഏതെങ്കിലും രണ്ട് വേരിയബിളാണ് ഇൻഡിപെൻഡൻ്റ്ലി ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തേത് ആദ്യത്തെ രണ്ട് വേരിയബിൾസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്തരത്തിലുള്ള കേസിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഫംഗ്ഷൻ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് അത് കൺസിഡർ ചെയ്യുന്നു. അതിൽ എക്സും വൈയും സെഡും ഈ ഒരു ഇക്വേഷൻ, അതായത് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷൻ യൂസ് ചെയ്ത് കൺസ്ട്രെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ ആ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം എക്സും വൈയും സെഡും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് അവിടെ തന്നിട്ടുണ്ട് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതല്ലെങ്കിൽ അത് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ പറയണമെങ്കിൽ സെഡ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. സോ ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ എക്സും വൈയും സെഡും ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ്ലി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ വേരിയബിൾ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വേണം ചൂസ് ചെയ്യേണ്ടത്. സപ്പോസ് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെഡ് എന്നുള്ളത് എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ആ കേസിൽ സെഡും ഡബ്ല്യുവും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ വൈയും സെഡും ഇൻഡിപെൻഡൻ്റ്ലി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും ഡബ്ല്യുവും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. വേറൊരു കേസ് എക്സും സെഡും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ആൻഡ് ഡബ്ല്യു ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് എക്സും വൈയും സെഡും ഇതുപോലെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കൺസ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെയാണ് വേരിയബിൾസ് ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്തരത്തിലുള്ള കേസിൽ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എങ്ങനെ കാണാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡബ്ല്യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുമ്പോൾ ഏത് വേരിയബിൾസ് ആണോ ഇൻഡിപെൻഡൻ്റ്ലി ചൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ വാല്യൂസും കിട്ടുക. അതായത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വെൻ എക്സ് ആൻഡ് വൈ ആർ ട്രീറ്റഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ആ കേസിൽ ഡബ്ല്യുവും സെഡുമാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു കേസിൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കുകയില്ല ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വെൻ എക്സ് ആൻഡ് സെഡ് ആർ ട്രീറ്റിംഗ് ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ്ലി ട്രീറ്റ് ചെയ്തിട്ട് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കാണുന്നതും എക്സും സെഡും ഇൻഡിപെൻഡൻ്റ്ലി ട്രീറ്റ് ചെയ്തിട്ട് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കാണുന്നതും വ്യത്യാസമുണ്ട്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഏതൊക്കെ വേരിയബിൾസാണ് ഇൻഡിപെൻഡൻ്റ്ലി ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ വേരിയബിൾസാണ് ഡിപ്പെൻഡൻറ്റ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂസ്. സോ അതിൻ്റെ നൊട്ടേഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് കേസിൽ ഡബ്ല്യു എന്നുള്ളത് മൂന്ന് വേരിയബിളുള്ളൊരു ഫംഗ്ഷനാണ്. എക്സും വൈയും തേർഡ് വേരിയബിൾ ഇവിടെ തന്നിട്ടില്ല. ഈ നൊട്ടേഷൻ, അതായത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വൈ എന്നുള്ളത്
പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. അതായത് എക്സും വൈയും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ വേരിയബിൾ ഏതെങ്കിലും ഉള്ളത് അത് ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ ഡബ്ല്യു എന്നുള്ളതും ഡിപ്പെൻഡൻ്റ് ആണ്. ദെൻ ഈ ഒരു കേസിൽ ഡബ്ല്യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുന്നതിൻ്റെ നൊട്ടേഷനാണ് അവിടെ തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു മെത്തേഡ് ചെയ്യുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണോ അതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു ഡബ്ല്യുവിൻ്റെ എക്സ്പ്രഷനിൽ. ദെൻ സാധാരണ അപ്പോൾ ഡബ്ല്യു എന്നുള്ളത് ഈ ഒരു കേസിൽ എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷൻ മാത്രമായിട്ട് മാറുന്നു. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് സാധാരണ പോലെ തന്നെ കാണുന്നു. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ കേസിൽ എഫ് എന്നുള്ളത് 4 വേരിയബിളുടെ ഒരു ഫംഗ്ഷനാണ്. എക്സും വൈയും ടിയും പിന്നെ ഒരു വേരിയബിൾ കൂടി ഉണ്ട്, അതേതാണെന്ന് തന്നിട്ടില്ല. ഈ ഒരു നൊട്ടേഷൻ അതായത് ഡോ എഫ് ബൈ ഡോ വൈ എക്സ് കോമ ടി എന്നുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ട്രീറ്റിംഗ് വൈ എക്സ് ആൻഡ് ടി ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ 3 വേരിയബിൾസും അതായത് വൈയും എക്സും ടിയും ഇൻഡിപെൻഡൻ്റ്ലി ട്രീറ്റ് ചെയ്യുന്നു. നാലാമതൊരു വേരിയബിൾ കൂടി ഉണ്ടായിരിക്കും, അതും പിന്നെ എഫും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ സം ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ടി ഒരു ഫോമിലാണെങ്കിൽ ഡബ്ല്യുവും പിന്നെ സെഡും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എക്സും വൈയും ടിയും ഇൻഡിപെൻഡൻ്റ്ലി ട്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം സാധാരണ പോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ കാണുന്നു. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഇഫ് ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആൻഡ് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇവാലുവേറ്റ് ദി ഫോളോയിങ്. അപ്പം നമുക്ക് 4 കാര്യങ്ങളിവിടെ കാണാനുണ്ട്. ആദ്യത്തേത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്രീറ്റിംഗ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. അതാണ് ആ നൊട്ടേഷൻ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വൈ എന്നുള്ളത്. സെക്കൻഡ് വൺ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്രീറ്റിംഗ് എക്സ് ആൻഡ് സെഡ് ആർ ഇൻഡിപെൻഡൻറ്റ്. തേർഡ് വൺ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വൈ ട്രീറ്റിംഗ് വൈ ആൻഡ് സെഡ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഫോർത്ത് വൺ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു സെഡ് ട്രീറ്റിംഗ് സെഡ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. സോ ഇവിടെ ഡബ്ല്യു എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. എക്സും വൈയും സെഡും ഇൻഡിപെൻഡൻ്റ് അല്ല, അതൊരു ഇക്വേഷൻ യൂസ് ചെയ്ത് കൺസ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ നമുക്ക് കാണേണ്ടത് ആദ്യത്തെ കേസിൽ കാണേണ്ടത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്രീറ്റിംഗ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. സോ ആ ഒരു കേസിൽ നമ്മൾ എക്സിനെയും വൈനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഡബ്ല്യുവും സെഡും ഡിപ്പെൻഡൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. സോ ആ ഒരു കേസിൽ നമുക്ക് ഡബ്ല്യുവിൻ്റെ എക്സ്പ്രഷനിൽ നിന്നും സെഡിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ അതിൽ സെഡിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡബ്ല്യു എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ മാത്രമായിരിക്കും. സോ അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. സോ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4. സോ ഇപ്പോൾ ഡബ്ല്യു എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ മാത്രമായിരിക്കും. ഈ ഒരു കേസിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് സാധാരണ പോലെ തന്നെ കാണുന്നു. അതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വൈ എന്നുള്ളത്. സോ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് 2x ആണ്. വൈ സ്ക്വയറിൻ്റെ 0, എക്സ് റേസ് ടു 4ൻ്റെ 4x ക്യൂബ്, 2x സ്ക്വയർ വൈ സ്ക്വയറിൻ്റെ 4x വൈ സ്ക്വയർ, അതുപോലെ വൈ റേസ് ടു 4ൻ്റെ 0. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വൈ എന്നുള്ളത് 2x പ്ലസ് 4x ക്യൂബ് പ്ലസ് 4x വൈ സ്ക്വയർ. ദെൻ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണേണ്ടത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്രീറ്റിംഗ് എക്സ് ആൻഡ് സെഡ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ആ ഒരു കേസിൽ വൈയും ഡബ്ല്യുവും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. സോ നമുക്ക് വൈനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് സെഡ് ആണ്. സോ അതിൽ നിന്നും വൈ സ്ക്വയർ ഈക്വൽ ടു സെഡ് മൈനസ് എക്സ് സ്ക്വയർ. നമുക്കിവിടെ വൈ ഇല്ല, വൈ സ്ക്വയർ ആണ്. സോ ഡയറക്റ്റ് വൈ സ്ക്വയറിന് പകരം സെഡ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഡബ്ല്യുവിൻ്റെ എക്സ്പ്രഷനിൽ. ഡബ്ല്യു എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അതിൽ വൈ സ്ക്വയറിന് പകരം സെഡ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് സെഡ് സ്ക്വയർ. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുക. ഇവിടെ ഡബ്ല്യു എന്നുള്ളത് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ ആണ്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു
എക്സ് എന്നുള്ളത് 0 ആയിരിക്കും. ദെൻ തേർഡ് പാർട്ടിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വൈ ട്രീറ്റിംഗ് വൈ ആൻഡ് സെഡ് ആർ ഇൻഡിപെൻഡൻറ്റ്. ആ ഒരു കേസിൽ ഡബ്ല്യു എക്സും ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇക്വേഷനിൽ നിന്നും ഡബ്ല്യുയുടെ എക്സ്പ്രഷനിൽ നിന്നും എക്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അവിടെ എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ എന്നുള്ളത് സെഡ് മൈനസ് വൈ സ്ക്വയർ ആണ്. ആ ഒരു ഇക്വേഷനിൽ നിന്നും, അതായത് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇതിൽ നിന്നും എക്സ് സ്ക്വയർ ഈക്വൽ ടു സെഡ് മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഡബ്ല്യു ഈക്വൽ ടു സെഡ് പ്ലസ് സെഡ് സ്ക്വയർ. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വൈ എന്നുള്ളത് 0 ആയിരിക്കും. ഡബ്ല്യു എന്നുള്ളത് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നുള്ളത് 0 ആണ്. സോ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ സെഡ് എന്നുള്ളത് 0. ഫോർത്ത് പാർട്ടിൽ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് വൈ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു സെഡ് ട്രീറ്റിംഗ് സെഡ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ആ ഒരു കേസിൽ എക്സും ഡബ്ല്യുവും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. തേർഡ് പാർട്ടിൽ ചെയ്തതുപോലെ തന്നെ എക്സിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു ഈക്വൽ ടു സെഡ് പ്ലസ് സെഡ് സ്ക്വയർ എന്ന് കിട്ടും. സോ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്നുള്ളത് 1 പ്ലസ് 2z. സോ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് വൈ എന്നുള്ളത് 1 പ്ലസ് 2z. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെഡ് പ്ലസ് സൈൻ ടി ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി, ഫൈൻ ഫസ്റ്റ് വൺ partial derivative of w with respect to y, treating y, x and z as independent variables. Second one, partial derivative of w with respect to y, treating y, z and t as independent variables. Third one, partial derivative of w with respect to z, treating z, x and y as independent variables. So first നമുക്ക് കാണേണ്ടത് ഒരു w തന്നിട്ടുണ്ട്. അത് 4 വേരിയബിൾ ഒരു ഫംഗ്ഷനാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെഡ് പ്ലസ് സൈൻ ടി. സോ എക്സും വൈയും സെഡും ടിയും ആണ് അവിടുത്തെ വേരിയബിൾസ്. ദെൻ എക്സ് വൈ സെഡ് ആൻഡ് ടി ഒരു ഇക്വേഷൻ വെച്ച് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സെഡ് പ്രസൻ്റ് അല്ല, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി. ആദ്യത്തെ കേസിൽ നമുക്ക് കാണേണ്ടത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വൈ ട്രീറ്റിംഗ് വൈ, എക്സ് ആൻഡ് സെഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ആ ഒരു കേസിൽ ഡബ്ല്യുവും ടിയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. സോ ഡബ്ല്യുയുടെ എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് ടീനെ എലിമിനേറ്റ് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി എന്നുള്ളതിൽ നിന്നും ടിക്ക് പകരം എക്സ് പ്ലസ് വൈ എന്ന് ഡബ്ല്യുവിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെഡ് പ്ലസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ദെൻ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കാണുമ്പോൾ അപ്പോൾ എക്സും സെഡും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, വൈയും ഇൻഡിപെൻഡൻ്റ് തന്നെ. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കാണുമ്പോൾ 1 പ്ലസ് cos ഓഫ് എക്സ് പ്ലസ് വൈ. ദെൻ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണേണ്ടത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു വൈ ട്രീറ്റിംഗ് വൈ, സെഡ് ആൻഡ് ടി ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ആ ഒരു കേസിൽ എക്സും ഡബ്ല്യുവും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല, ഡിപ്പെൻഡൻ്റ് ആണ്. സോ നമുക്ക് എക്സിനെ എലിമിനേറ്റ് ചെയ്യണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി എന്നുള്ളതിൽ നിന്നും എക്സ് ഈക്വൽ ടു വൈ മൈനസ് ടി. സോ ഡബ്ല്യുവിൻ്റെ എക്സ്പ്രഷനിൽ എക്സിന് പകരം വൈ മൈനസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു ടി മൈനസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെഡ് പ്ലസ് സൈൻ ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഡബ്ല്യു ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 2ty പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെഡ് പ്ലസ് സൈൻ ടി. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കാണുക, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2t പ്ലസ് 2y പ്ലസ് 1. ദെൻ തേർഡ് പാർട്ടിൽ നമുക്ക് ഡബ്ല്യുവിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. സെഡും എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ ആ ഒരു കേസിൽ ഡബ്ല്യു ടിയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. സോ ഡബ്ല്യുവിൻ്റെ എക്സ്പ്രഷനിൽ നിന്നും ടീനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് പാർട്ടിൽ ചെയ്തതുപോലെ തന്നെ ടിക്ക് പകരം എക്സ് പ്ലസ് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെഡ് പ്ലസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു സെഡ് കാണുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു -1. ബാക്കി എല്ലാ ടൈമും ഇൻഡിപെൻഡൻറ്റ് ഓഫ് സെഡ് ആണ്. സോ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്നുള്ളത് -1 ആണ്. സോ ഇതുപോലെയാണ് ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണേണ്ടത്. ദെൻ റിമാർക്കിൽ തന്നിട്ടുള്ളത് ഡബ്ല്യു എന്നുള്ളത് 3 വേരിയബിളുള്ള ഒരു ഫംഗ്ഷൻ, ഡബ്ല്യു ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് വൈ സെഡ്. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണാനുള്ള 3 സ്റ്റെപ്സ് ആണ് അവിടെ തന്നിട്ടുള്ളത്. സോ ഈ ഒരു കേസിൽ നമുക്ക് ഏതൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നും ഏതൊക്കെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്നും ഡിസൈഡ് ചെയ്യണം.
അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിൻ്റെ വാല്യൂ വരുന്നത്. അത് കാണാനുള്ള 3 സ്റ്റെപ്സാണ് അവിടെ താഴെ തന്നിട്ടുള്ളത്. സിമിലർ സ്റ്റെപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും ഡോ ഡബ്ല്യു ബൈ ഡോ സെഡും ഇതേ ഒരു കൺസെപ്റ്റിൽ, അതായത് കൺസ്ട്രെയിൻറ്റ് വേരിയബിൾസ് ഉള്ള കൺസെപ്റ്റിൽ എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമുക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൽ ചെയ്തു, അതൊന്ന് സ്റ്റെപ്സായിട്ട് തന്നു എന്ന് മാത്രം. സ്റ്റെപ്പ് 1, ഡിസൈഡ് വിച്ച് വേരിയബിൾസ് ആർ ടു ബി ഡിപ്പെൻഡൻറ്റ് ആൻഡ് വിച്ച് ആർ ടു ബി ഇൻഡിപെൻഡൻറ്റ്. അതായത് ഏതൊക്കെ വേരിയബിൾസ് ആണ് ഡിപ്പെൻഡൻറ്റ്, അതുപോലെ ഏതൊക്കെ വേരിയബിൾസ് ആണ് ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഡബ്ല്യു അല്ലാണ്ട് ഏതാണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് അതിനെ ഡബ്ല്യുവിൻ്റെ എക്സ്പ്രഷനിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പിൽ റിസൾട്ടിങ് എക്സ്പ്രഷൻ ഫോർ ഡബ്ല്യു, അതായത് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷനെ സാധാരണ പോലെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും ഡോ ഡബ്ല്യു ബൈ ഡോ സെഡും കാണാവുന്നതാണ് കൺസ്ട്രെയിൻറ്റ് വേരിയബിൾസ് ഉള്ള കേസിൽ.